കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 4.0 IGNO Previous Year Question Papers Ultimate Analysis. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷിന്റെ മെയിൻ പേപ്പർ കോർ പേപ്പറുകളിൽ ഒന്നായ BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയറിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇഗ്നോ ടേം ആൻഡ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്സ് ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിവിഷൻ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആക്കാനും കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും നല്ല രീതിയിലുള്ളൊരു റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങളുടെ റിവിഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവാൻ വേണ്ടി പറ്റും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലും നല്ലത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും, സ്റ്റഡീസ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവും. സോ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0 ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സിലബസ് മാപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്, അതേപോലെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക്സ് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതാ എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആപ്പിൽ ഈ ഒരു ഡോക്യുമെന്റ് വരുമ്പം നിങ്ങൾക്ക് അതിൽ ഈ മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും നാള് കണ്ടക്ട് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ഇയേഴ്സ് ഓഫ് ടേം ആൻഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. എക്സാം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ബാർ ചാർട്ട് അല്ലെങ്കിൽ ബാർ ഗ്രാഫ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്, താഴെ നമുക്ക് ബ്ലോക്സ് കാണാം, ആൻഡ് Y ആക്സിസിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്, then comes block 2, then block 4, then block 3. ഇനി ഈ ഒരു ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബ്ലോക്ക് കാണാം, യൂണിറ്റ് കാണാം, ടോപ്പിക് ആൻഡ് അപ്പിയറൻസ്, എത്ര തവണ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട് അതാണ് അപ്പിയറൻസ്, ആൻഡ് റെലവൻസ്. റെലവൻസ് എന്ന് പറയുമ്പം എങ്ങനെയാണ്, മീഡിയം റെലവൻസ് ആണോ, ഹൈ റെലവൻസ് ആണോ, ലോ റെലവൻസ് ആണോ എന്നുള്ളത് നമുക്ക് കാണാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആർതർ മില്ലർ ലൈഫ് വർക്ക് ഡ്രാമ 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 തവണ നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് റെലവൻസ് ഇസ് മീഡിയം. നൗ കമ്മിങ് ടു ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ഓൾ മൈ സൺസ്, സ്ട്രക്ചർ, പ്ലോട്ട് ഓർ ട്രാജഡി 10 തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത്. സോ ദ റെലവൻസ് ഇസ് ഹൈ.
നെക്സ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 തീംസ്. റെസ്പോൺസിബിലിറ്റി, ഐഡിയലിസം, ഫാമിലി. 12 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ റെലവൻസ് ഇസ് ഹൈ. Then comes block 1 unit 4 characterization, major or minor characters. 8 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. Comparatively the relevance is medium. Now comes block 2. Block 2 topic. Block 2 unit 1 and topic is the Scarlet Letter, socio-cultural background and Puritan psychology. 7 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്നത്. ആൻഡ് relevance is medium. Now block 2 topic unit 2 and topic is characterization. Characterization ആരുടെയൊക്കെയാണ്? ഹെസ്റ്റർ, ഡിംസ്ഡെയിൽ, പേൾ ആൻഡ് സില്ലിംഗ്വർത്ത്. 9 തവണ ചോദിച്ചിട്ടുണ്ട് with medium relevance. Now comes block 2 unit 3 topic themes and imagery. 10 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. So relevance high. Then block 2 unit 4 structure, narrative style, custom house. 6 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ്. Now comes block 3 unit 1 short fiction, history or scope. 3 തവണയെ ചോദിച്ചിട്ടുള്ളൂ. സോ ലോ റെലവൻസ് കൊടുക്കാം. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 O Henry after 20 years. After 20 years അതും 2 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോ റെലവൻസ്. Now coming to block 3 unit 3 Villa Cather on the Gills Road. 2 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ്. Now block 3 unit 4 Hemingway, Snows of Kilimanjaro or themes. 7 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ്. Now block 4 unit 1 Emerson, poems, Brahma and Hamatraya. 8 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം റെലവൻസ്. Now block 4 unit 2 Whitman, poems, O Captain and Passage to India. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട് with medium relevance. Now block 4 unit 3 Dickens, poems, Because I Could Not Stop and Death Sets. അതേപോലെ തന്നെ A Thought Went എന്ന് പറഞ്ഞ മൂന്ന് പോംസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റില്. ആൻഡ് 10 ടൈംസ് ആണ് ഇതിനൊക്കെ ചോദിച്ചിരിക്കുന്നത് with high relevance. Then comes block 4 unit 4 Sherman Alexie's Crow Testament or Revolution. 2 ടൈംസ് ആണ് low frequency. അപ്പോ ഇത് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് ആൻഡ് അതിന്റെ റെലവൻസ് എത്രത്തോളം ആണെന്ന് നമുക്ക് ഈ ടേബിളിൽ നിന്നും ക്ലിയർ ആണ്. ആ സെയിം കാര്യം തന്നെ നമുക്കൊരു ഹീറ്റ് മാപ്പ് വെച്ചിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ്. ആ സെയിം കാര്യം തന്നെയാണ്. ഏതൊക്കെ ബ്ലോക്ക് ആണ്, ഏതൊക്കെ യൂണിറ്റ് ആണ്, എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഫ്രീക്വൻസി നമുക്കിപ്പോൾ സൈഡിൽ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന 12 തവണ, അത് ബ്ലോക്ക് 1 യൂണിറ്റ്സ്. അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ കാണാം തീംസ് ഇൻ ഓൾ മൈ സൺസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്നതാണ് ഈ തീംസ് ഇൻ ഓൾ മൈ സൺസ് എന്ന് പറയുന്നത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എസ്പെഷ്യലി ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തീംസ് ആൻഡ് ഇമേജറി ഇൻ സ്കാർലറ്റ് ലെറ്റർ ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്നതാണ്. ഇത് ഷോർട്ട് ആൻസർ അതേപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വന്റ്ലി കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഡിക്കിൻസൺസ് പോയട്രി, നമ്മൾ നേരത്തെ 3 പോംസിന്റെ കാര്യം പറഞ്ഞല്ലോ. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, അങ്ങനെയുള്ള 3 പോംസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് 4 യൂണിറ്റ് 3. അപ്പൊ ഇവിടെയും ഈ ക്വസ്റ്റ്യൻസും നിയർലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ 3 പോംസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് അറിയാലോ. അപ്പൊ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ 4 ഡിസ്റ്റിങ്ക്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് നമുക്കുണ്ട്. അപ്പൊ ഈ 4 ഡിസ്റ്റിങ്ക്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അതേപോലെ തന്നെ 4 ഏതൊക്കെ മാർക്കിലാണ് അത് ചോദിക്കുക, എത്ര വേർഡ് കൗണ്ട് വേണം, അതേപോലെ എങ്ങനെ അതിന് ഉത്തരം എഴുതണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ടേബിൾ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് കോണ്ടെക്സ്ച്വൽ എക്സ്പ്ലനേഷൻ. ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോണ്ടെക്സ്ച്വൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യപേപ്പറിൽ കാണാം.
സോ അത് വരുന്നത് 10 മാർക്കിലായിരിക്കും. സോ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതേണ്ടത് 120 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. കൂടുതലും നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൽ വരുന്ന തീംസിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, റെലവൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ലിറ്റററി ഡിവൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം ഇതിന് ആൻസർ എഴുതാനായിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കമന്റ് എന്ന് പറഞ്ഞു വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോർമലി 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കും. 150 to 200 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എങ്ങനെ ആൻസർ എഴുതണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്, സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. തീംസ്, ടെക്നിക്, ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാം. കമന്റ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് ക്രിട്ടിക്കൽ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. അത് നമുക്കറിയാം നോർമലി 20 മാർക്സിനാണ് ചോദിക്കുക. സോ 400 to 500 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. ഡീറ്റെയിൽ ആയിട്ട് വേണം എഴുതാനായിട്ട്, ഫോക്കസ്ഡ് ആയിട്ടല്ല, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിഡൻസസ് വെച്ചിട്ട് നമ്മളുടെ ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്യണം. സോ എവിഡൻസസ് വെച്ചിട്ട് നമ്മൾ ആൻസർ എഴുതണം. ക്രിട്ടിക്കൽ ഡിസ്കഷൻ നമുക്ക് വേണം. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും തീമിനെ കുറിച്ചും ഒക്കെ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മളുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ വ്യൂ പോയിന്റും കൂടിയും ചേർത്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ദെൻ ലാസ്റ്റ് ടൈപ്പ്, ഫോർത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് അപ്രീസിയേഷൻ ഓർ അനാലിസിസ് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അനാലിസിസ് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഇത് നോർമലി 10 മാർക്സിനാണ് ചോദിക്കുക. സോ 200 മുതൽ 250 വേർഡ്സിൽ ആൻസർ എഴുതണം. വി ഹാവ് ടു പ്രൊവൈഡ് എ ലിറ്റററി അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പോത്തിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൻസർ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മൾ എഴുതേണ്ടത്. പാസേജിനെ കുറിച്ചോ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളുടെ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്. കോണ്ടെക്ച്വൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കമന്റ്, ക്രിട്ടിക്കൽ എസ്സേ ഓർ ലോങ് ആൻസർ ആൻഡ് അപ്രീസിയേഷൻ ഓർ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിന്റെ മാർക്കും വേർഡ് കൗണ്ടും ഒപ്പം എങ്ങനെ എഴുതണം എന്നുള്ളതുമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി ടോപ്പ് 4 മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് ഇവിടെ. കോണ്ടെക്സ്റ്റൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 10 മാർക്കിനായിരിക്കും വരിക. സോ നമ്മളൊരു 120 വേർഡ്സ് എഴുതണം. ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ ലൈൻസോ അല്ലെങ്കിൽ ഒരു പാസേജോ എന്തെങ്കിലും ആവും തരുന്നുണ്ടാവുക. സോ നമ്മളത് അനലൈസ് ചെയ്തിട്ട് വേണം അതിന് ആൻസർ എഴുതാനായിട്ട്. ഇനി വരുമ്പോൾ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കമന്റ് എന്ന് പറയുന്ന ടൈപ്പാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 150 to 200 വേർഡ്സിൽ എഴുതണം. 10 മാർക്കിനാണ് വരിക. ക്യാരക്ടർ സ്കെച്ചോ തീമോ അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം അത് ആൻസർ എഴുതാനായിട്ട്. ഷോർട്ട് നോട്ട് ഓൺ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആൻസർ എഴുതാം. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എസ്സേ നമുക്ക് 500 വേർഡ്സിൽ 400 to 500 വേർഡ്സിൽ ആൻസർ എഴുതേണ്ടതാണ്. 20 മാർക്സിനാണ് വരിക. സോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ ഓർ അനാലിസിസ്. അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. എപ്പോഴും എഴുതുമ്പോൾ അനലൈസ് ചെയ്ത് എഴുതുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് വരണം. അതേപോലെ തന്നെ നമ്മൾ എക്സാമ്പിൾസ് കൊടുക്കണം. അതേപോലെ തന്നെ ആ തീമിന്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്കിനെയും ആവറേജ് മാർക്ക് പെർ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ആവറേജ് മാർക്സും അതേപോലെ തന്നെ ടോട്ടൽ എത്ര പെർസെന്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 ഓൾ മൈ സൺസ്, ആർതർ മില്ലറിന്റെ ഓൾ മൈ സൺസ്, ആവറേജ് മാർക്സ് പെർ പേപ്പർ 24, ഡിസംബർ 2024 22,
ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ 26, ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ 24 ആൻഡ് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ 24. സോ ആവറേജ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ നോക്കുമ്പോൾ 24 ആണ് ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 24%. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് ടു ദ സ്കാർലറ്റ് ലെറ്റർ. ആവറേജ് മാർക്സ് പെർ പേപ്പർ 22, ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിൽ 22, അതേപോലെ ജൂൺ 2023 ടേം ആൻഡ് എക്സാമിൽ 20, ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിൽ 22, ജൂൺ 2022 ടേം ആൻഡ് എക്സാമിൽ 24, ആവറേജ് എന്ന് പറയുന്നത് 22, ടോട്ടൽ ഷെയർ 22%. ബ്ലോക്ക് 3 ഷോർട്ട് ഫിക്ഷൻ. ആവറേജ് മാർക്സ് പെർ പേപ്പർ 16, ഡിസംബർ 2024 എക്സാമിൽ 18, ജൂൺ 2023 എക്സാമിൽ 14, ഡിസംബർ 2022 എക്സാമിൽ 14, അതേപോലെ ജൂൺ 2022 എക്സാമിൽ 18. ആവറേജ് എന്ന് പറയുന്നത് 4x 5x ലാസ്റ്റ് 5 ടേം ആൻഡ് എക്സാമും കൂടി നോക്കുമ്പോൾ 16 ആണ്. സോ ടോട്ടൽ ഷെയർ ഇസ് 60. Now coming to block 4 American poetry. Average marks per paper 20, December 2024 term and exam 18, June 2023 term and exam 20, December 2022 term and exam 22, June 2022 term and exam 20, last average 20, so total is 20%. Generic or thematic or integration എന്ന് പറയുന്നതും ഇതേപോലെ average marks per paper 80, December 2022 20, average June 2023 20, average December 2022 18, then June 2022 16, average last 5 years of term and exams 18, and so the 18% total share. ആ സെയിം കാര്യമാണ് ഇവിടെ നമുക്ക് വിഷ്വലൈസേഷൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ ലൈൻസ് നമുക്ക് കാണാം. ക്രിട്ടിക്കൽ എസ്സേസ് ആണ് റെഡ് ലൈനിൽ കാണുന്നത്, പിന്നെ ഓറഞ്ച് ലൈൻ കോണ്ടെക്ച്വൽ, then yellow line short notes, then lavender or violet line is appreciation. ഈ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ ഗ്രാഫിക്കൽ മോഡലിൽ കൊടുത്തിരിക്കുന്നതാണ്. എത്ര പെർസെൻറ്റേജ് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും വന്നിട്ടുണ്ട് എന്നുള്ളതും താഴെ നമുക്ക് ഇയറും കാണാം. ജൂൺ 2022 ടേം ആൻഡ് എക്സാം തൊട്ട് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാം വരെയുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. നോ പാറ്റേൺ ഹൈലൈറ്റ്സ്. നമുക്ക് ഈ നേരത്തെ കണ്ട ഈ ഒരു പാറ്റേണിനെ നമുക്ക് ഒന്നും കൂടിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഷോർട്ട് നോട്ട്സ് ഹാവ് സീൻ എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് റൈസ്. അതായത് 20% നിന്നും 25% ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാമല്ലോ. അവിടെ ഒരു ഓറഞ്ച് ലൈൻ ആണ് ആദ്യം 20 നിൽക്കുന്നുണ്ടായിരുന്നത്, പിന്നെ അതിന്റെ ആ പെർസെൻറ്റേജിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ 2022 തൊട്ട് നമ്മൾ ഇതുവരെയുള്ള എക്സാംസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ശതമാനം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ക്രിട്ടിക്കൽ എസ്സേസ് ദേ മെയിൻറ്റെയിൻ ദ ലാർജസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന ഷെയർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എസ്സേസ് ആണ്. പിന്നെ അപ്രീസിയേഷൻ ഓഫ് ഓൾസോ ഹാവ് ഇൻക്രീസ്ഡ്, കുറച്ചും കൂടിയും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്രീസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യനും കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ ടിപ്പാണ്. നമുക്കറിയാം 100 മാർക്കിലാണ് BGC 105 എക്സാം വരുന്നത്. 100 മാർക്കിലാണ് 3 മണിക്കൂറാണ് എക്സാം. സോ നമ്മളൊരു ജനറലി ഒരു 70 മിനിറ്റ്സ് ക്രിട്ടിക്കൽ എസ്സേസിന്, അതായത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊടുക്കുക, 35 മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിന് വേണ്ടി കൊടുക്കുക, 30 മിനിറ്റ്സ് കോണ്ടെക്ച്വൽ എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊടുക്കുക, ആൻഡ് 20 മിനിറ്റ്സ് ആണ് അനാലിസിസ് ടൈപ്പ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മളുടെ മൊത്തം ആൻസേഴ്സും എഴുതി കഴിഞ്ഞാലും നമ്മൾക്ക് ലാസ്റ്റ് കുറച്ചൊരു 10 or 20 മിനിറ്റ്സ് നമ്മൾ വായിച്ചു നോക്കണം. നമ്മൾ എഴുതിയതെല്ലാം ശരിയല്ലേ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ വായിച്ചു നോക്കണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തു കൊണ്ടുപോകണം. ഒപ്പം ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മൾ എക്സാം ഹാളിൽ എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്. റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ പോലെ ഡിസ്കസ് ഓൾ മൈ സൺസ് എസ് ട്രാജഡി 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ സ്കാർലറ്റ് ലെറ്റർ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ.
Critically evaluate the poetry of Emily Dickinson as prescribed in your course. 6 times ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. Write a critical appreciation of the poem because I could not stop for death. 6 times ആണ് ചോദിച്ചിട്ടുള്ളത്. Discuss the major themes explored in Hemingway's short stories. 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Explain Puritan psychology and its influence on modern American character. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Critically analyze the use of visual imagery in the Scarlet Letter. 5 തവണ ചോദിച്ചിട്ടുണ്ട്. Write a character sketch of Joe Keller in All My Sons. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Write an extended note on the poetic device used in Oh Captain, My Captain. 4 times ആണ് ചോദിച്ചിട്ടുള്ളത്. Discuss one of the major themes of All My Sons. അത് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Then question text and block or unit appearance and average marks. ഇപ്പൊ നമ്മൾ All My Sons is Tragedy എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2, 3 ഈ യൂണിറ്റുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 8 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറൈസേഷൻ ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ബ്ലോക്ക് 2 യൂണിറ്റ് 2 വന്നിട്ടുള്ളത്. 7 തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് മാർക്സ് 20. Then Dickinson's poetry critical evaluation ബ്ലോക്ക് 4 യൂണിറ്റ് 3 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 10. Then because I could not stop for death എന്ന പോമത്തിന്റെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 4 യൂണിറ്റ് 3 വരുന്നത്. Appearance 6 times and average mark is 10. Now Hemingway's themes ബ്ലോക്ക് 3 യൂണിറ്റ് 4 വരുന്നത്. Appearance 5 times and average mark is 10. Now Puritan psychology ബ്ലോക്ക് 2 യൂണിറ്റ് 1 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് ഇസ് 10. Then visual imagery in the Scarlet Letter ബ്ലോക്ക് 2 യൂണിറ്റ് 3 5 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് ഇസ് 10. ജോ കെല്ലേഴ്സ് ക്യാരക്ടർ സ്കെച്ച് ബ്ലോക്ക് 1 വരുന്നതാണ്. യൂണിറ്റ് 4 4 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 10. Then poetic devices in Oh Captain, My Captain ബ്ലോക്ക് 4 യൂണിറ്റ് 2 വരുന്നതാണ്. Appearance 4 times and average mark is 10. Theme of All My Sons ബ്ലോക്ക് 1 യൂണിറ്റ് 3 4 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 10. സോ ഈ പറഞ്ഞു തന്നെ ഒരു വിഷ്വലൈസേഷൻ ഒരു പൈ ചാർട്ടിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 53% അതർ ക്വസ്റ്റ്യൻസ്. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് 47%. ബേസ്ഡ് ഓൺ ടേം ആൻഡ് എക്സാം ജൂൺ 2020 തൊട്ടിട്ട് ഡിസംബർ 2024 വരെയുള്ള ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇനി നമ്മൾ കുറച്ച് ടിപ്സ് ആണ്. എക്സാം ആവാറായി, എക്സാം അടുക്കുമ്പോൾ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് എക്സാം ബേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കുറച്ച് അഡ്വൈസസ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സ് ആണ്. പ്രാക്ടീസ് ഈച്ച് ഓഫ് ദ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. 2 തവണയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്, ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും നമ്മളത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ബോഡിയും ഒരു കൺക്ലൂഷനും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് write the full response in 12 to 15 minutes for long answers. ലോങ് ആൻസർ ടൈപ്പ് നമുക്കറിയാം 10 മാർക്സിനോ അല്ലെങ്കിൽ 20 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിന് തന്നെ നമ്മൾ 12 to 15 minutes എടുത്ത് അതിന് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കാം.
പ്രാക്ടീസ് ചെയ്യുക നമ്മൾ. ദെൻ മെമ്മറൈസ് കീ കോഡ്സ്, ലിറ്റററി ഡിവൈസസ് ആൻഡ് തീമാറ്റിക് പോയിന്റ്സ്. കീ കോഡ്സ് അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസ് ഒക്കെ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക. കാരണം ഇതൊക്കെയാണ് നമ്മൾക്ക് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം. ദെൻ ആഫ്റ്റർ റൈറ്റിംഗ് ക്രോസ് ചെക്ക് യുവർ റെസ്പോൺസ്. ഓരോ ആൻസർ എഴുതി കഴിയുമ്പോഴും അത് ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ഓരോ എക്സാമിന് നമ്മൾ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞാലും നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു 10 to 20 മിനിറ്റ്സ് നമ്മളത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം. കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കി കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ഇവിടെ നമുക്ക് കാണാം ബ്ലോക്ക് 1 യൂണിറ്റ് 2 or 3 നമ്മൾ പറഞ്ഞ പോലെ ഓൾ മൈ സൺസ് ആസ് ട്രാജഡി, മേജർ തീംസ് 83% ആണ് പ്രോബബിലിറ്റി. നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മൾ എടുത്തിരിക്കുന്ന 4 വർഷത്തെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻറ്റു 100 വെച്ചിട്ടാണ് അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ 83% ആണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ഹൈ. ആൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ക്യാരക്ടറൈസേഷൻ, ജോ കെല്ലർ ആൻഡ് അതേഴ്സ് 67% ആണ് മീഡിയം കാറ്റഗറി. Then block 2 unit 2 characterization in the scarlet letter, probability 83%, and category means high priority ആണ് വരുന്നത്. Then block 2 unit 1 or 2 Puritan psychology, imagery and themes, probability 67% and medium കാറ്റഗറിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 സ്ട്രക്ചർ or narrative style scarlet letter 50% medium. Block 3 unit 4 Hemingway's short stories or themes 50% medium. Block 4 unit 3 Dickens poetry, especially ഏത് poetry ആയിരുന്നു? Because I could not stop for death 67% medium. Block 4 unit 2 poetic devices, Oh Captain, My Captain 50% medium. Then block 4 unit 1 Emerson, Brahma or Hemathreya 33% low. Block 3 unit 2 O Henry, after 20 years 17% low. Block 3 unit 1 short fiction, history or development 33% low. Block 4 unit 4 Sherman Alexie, Crow Testament 17% low. സോ ഹൈ എന്ന് പറയുമ്പോൾ മോർ ദാൻ 70%നെയാണ് നമ്മൾ ഹൈ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 40 to 69% വരെയുള്ളതിനെയാണ് നമ്മൾ മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോ കാറ്റഗറി മീൻസ് ലെസ് ദാൻ 40%. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഓൾ മൈ സൺസ് ആസ് ട്രാജഡി, മേജർ തീംസ് എന്ന് പറയുന്നത് appeared in 5 of last 6 papers. 6 question papers ടേം ആൻഡ് എക്സാമിൽ 5 എണ്ണത്തിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണത്. ഓൾ മൈ സൺസ് ആസ് എ ട്രാജഡി. അതേപോലെ തന്നെ ക്യാരക്ടറൈസേഷൻ ഇൻ സ്കാർലറ്റ് ലെറ്റർ ആസ്ക്ഡ് ഇൻ 5 ഓഫ് ലാസ്റ്റ് 6 എക്സാംസ്. കഴിഞ്ഞ 6 പരീക്ഷാ പേപ്പറുകളിൽ 5 എണ്ണത്തിലും വന്നിട്ടുണ്ട്. ഓഫൺ ആസ് എസ്സേസ്. സോ അതുകൊണ്ട് നമ്മൾ ഇത് വളരെ നല്ല രീതിയിൽ ക്യാരക്ടറൈസേഷൻ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കും നല്ല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് പ്യൂരിറ്റൻ സൈക്കോളജി, ഇമേജറി ആൻഡ് തീംസ്. ഈ ഒരു ക്വസ്റ്റ്യനും 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ അതിൽ 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ആസ് മിഡ് ലെങ്ത് എസ്സേ, ഷോർട്ട് എസ്സേസ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഹെമിംഗ്വേസ് ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ തീംസ് 3 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ 3 തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഡിക്കിൻസൺസ് പോയട്രി, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഓർ ഡിക്കിൻസൺസ് ക്രിറ്റിസിസം 4 ക്വസ്റ്റ്യൻ പേപ്പർ. 6 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ 4 എണ്ണത്തിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ പോയറ്റിക് ഡിവൈസസ്, ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ സീൻ ഇൻ 3 out of 6. 6 ചോദ്യ പേപ്പറുകളിൽ 3 ചോദ്യ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. ഓഫൺ ആസ് എ കോണ്ടെക്സ്റ്റ് ഓർ ഡിവൈസ് ബേസ്ഡ് ഷോർട്ട് നോട്ട് ഒക്കെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓർ നറേറ്റീവ് സ്റ്റൈൽ സ്കാർലറ്റ് ലെറ്റർ ഫീച്ചേർഡ് ആസ് എ മേജർ എസ്സേ. ഒരു മേജർ എസ്സേ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്കാർലറ്റ് ലെറ്ററിന്റെ നറേറ്റീവ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 6 എക്സാംസിൽ 3 എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ജോ കെല്ലർ ക്യാരക്ടറൈസേഷൻ 4 ചോദ്യ പേപ്പറുകളിൽ
ചോദിച്ചിട്ടുണ്ട്. 6 ചോദ്യപേപ്പറുകളിൽ 4 എണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട്. എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓൾ മൈ സൺസ് ആസ് എ ട്രാജഡി, മേജർ തീംസ്, ക്യാരക്ടറൈസേഷൻ ഇൻ സ്കാർലറ്റ് ലെറ്റർ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടതാണ്. ഒരു ഔട്ട്ലൈൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു എസ്സേ ടൈപ്പ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഔട്ട്ലൈൻസ് ഒക്കെ ഇട്ട് വെച്ച് പഠിക്കാൻ നോക്കുക. ഒരു എസ്സേ ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഔട്ട്ലൈൻ നമ്മൾ ഇട്ട് വെക്കുക പഠിക്കുന്ന സമയത്ത്. അതേപോലെ നമ്മൾ മൈൻഡിൽ തന്നെ ഒരു മൈൻഡ് മാപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അതൊരു പേപ്പറിലായിട്ട് നമ്മൾ ഇങ്ങനെ മൈൻഡ് മാപ്പ് പോലെയൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക പഠിക്കുന്ന സമയത്ത്. ഓരോ പേപ്പറും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റഡി സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് വേണം ഈ ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട്. ഇനി മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പ്യൂരിറ്റൻ സൈക്കോളജി, ഇമേജറി ഇൻ സ്കാർലറ്റ് ലെറ്റർ, ജോ കെല്ലറിന്റെ ക്യാരക്ടർ, അതേപോലെ ഹെമിംഗ്വേസ് ഷോർട്ട് സ്റ്റോറീസ് ഓർ തീംസ്, ഡിക്കൻസ് പോയട്രി ആൻഡ് ക്രിറ്റിസിസം, പോയറ്റിക് ഡിവൈസസ് ഇൻ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, സ്ട്രക്ചർ ഓർ നറേറ്റീവ് ഓഫ് ദ സ്കാർലറ്റ് ലെറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി പഠിക്കാം, അല്ലെങ്കിൽ കീ കോഡ്സോ അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസോ അതൊക്കെ നമുക്ക് ചെറുതായിട്ട് പോയിന്റ് ആയിട്ട് എഴുതി വെച്ച് നമുക്ക് പഠിക്കാം. അതേപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. സമ്മറൈസിങ് ഈച്ച് ടോപ്പിക് 150 വേർഡ്സിനും താഴെ എഴുതിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വായിച്ച് പഠിക്കാം. ദെൻ ഒരു സാമ്പിൾ ആൻസർ ഒക്കെ എഴുതിയിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ നമ്മൾ എക്സാമിന് പ്രസന്റ് ചെയ്യുന്നത്, ആ രീതിയിൽ നമുക്ക് എഴുതിയിട്ടും നമുക്ക് പഠിക്കാം. സോ ദീസ് ആർ ദ സ്റ്റഡി സ്ട്രാറ്റജീസ് ഫോർ മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ്. ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് എമേഴ്സൺ പോയട്രി ആണ്. പിന്നെ ഓ എൻട്രി ആൻഡ് കാത്തറഡ് ഷോർട്ട് സ്റ്റോറീസ്, ഷെർമൻ അലക്സിയുടെ ക്രോ ടെസ്റ്റമെന്റ്, ജനറൽ ഷോർട്ട് ഫിക്ഷന്റെ ഹിസ്റ്ററി. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് കീ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇത് ലോ പ്രയോറിറ്റി ആണ്, അതുകൊണ്ട് കൂടുതൽ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. അതേപോലെ തന്നെ 1-2 മോഡൽ പാരഗ്രാഫ് നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ആൻസേഴ്സ് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. കൂടുതലും നമ്മുടെ ഫോക്കസ് പോകേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ടൈമും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസിലേക്കാണ്. ഇതാണ് നമ്മൾക്കൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ്. ഇതിൽ നമുക്ക് ഡാർക്ക് കളർ സൂചിപ്പിക്കുന്നത് ഹൈ പ്രയോറിറ്റിക്കാണ്, മീഡിയം പ്രയോറിറ്റി ഒരു മീഡിയം ഡാർക്ക് കളറിലും, ലോ പ്രയോറിറ്റി ഒരു ലൈറ്റ് കളറിലും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. 3 മണിക്കൂറാണ് എക്സാം, 100 മാർക്കിലാണ് എക്സാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ 3 സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ സെക്ഷൻ എയില് ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. എനി 2. ഇതിൽ നമുക്ക് 1, 2, 3, 4 ചോദ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ. അതിൽ 2 എണ്ണമാണ് എഴുതേണ്ടത്, 20 മാർക്ക്. ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ടാണ്. സോ 2 എണ്ണം എഴുതുമ്പോൾ സെക്ഷൻ എക്ക് ടോട്ടൽ 20 മാർക്സ്. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ എനി 4. ഇവിടെ നമുക്ക് 5, 6, 7, 8, 9, 10 6 ചോദ്യങ്ങള്, 11, 12 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 6 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ 4 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. എനി 4 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 5, 6, 7, 8, 9, 10, 11, 12. ഈ 12 ക്വസ്റ്റ്യൻസിൽ നിന്നും എനി 4 ഓരോന്നിനും 10 മാർക്കാണ്. സോ 4 × 10 40. സെക്ഷൻ എ എന്ന് പറയുന്നത് ടോട്ടൽ 20 മാർക്സിലായിരുന്നു, സെക്ഷൻ ബി എന്ന് പറയുന്നത് 40 മാർക്സിലാണ്. ആൻഡ് സെക്ഷൻ സി, കമ്മിങ് ടു സെക്ഷൻ സി, നമുക്ക് 20 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരിക. ഇവിടെ നമുക്ക് 13, 14, 15 ആൻഡ് 16. ടോട്ടൽ സെക്ഷൻ സിയിൽ 4 ചോദ്യങ്ങളുണ്ട്. അതിൽ 2 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 500 വേർഡ്സിൽ ആൻസർ എഴുതണം. ആൻഡ് ഈച്ച് ക്യാരി 20 മാർക്സ്. സോ ഇൻ ടോട്ടൽ 40. സോ സെക്ഷൻ എ 20 മാർക്സ്, സെക്ഷൻ ബി 40 മാർക്സ് ആൻഡ് സെക്ഷൻ സി 40 മാർക്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 100ല് ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ
ഏറ്റവും ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസിനും ടോപ്പിക്കിനും ബ്ലോക്കിനും ഒക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് എക്സലന്റ് സ്കോറോട് കൂടിയിട്ട് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എക്സാം ക്രാക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.